കർവ്ഡ് വീനൊക്കെ എങ്ങനെ നമുക്ക് ഒരു ക്യാൻവാസിൽ വരച്ചെടുക്കാൻ നോക്കിയാലോ. ആദ്യമേ തന്നെ സ്റ്റേപ്ലർ എല്ലാം വെച്ചതൊന്ന് സെക്യൂർ ചെയ്തെടുക്കുക. ഷോൾഡറിന്റെ ഭാഗത്ത് തയ്യൽ തുമ്പായിട്ട് 1/2 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഈ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തുനിന്ന് നമ്മുടെ കഴുത്തിന്റെ ഇറക്കം എത്രയാണോ വേണ്ടത് അത് മാർക്ക് ചെയ്യുക. ഞാനിവിടെ 7 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ 7 ഇഞ്ചിൽ നിന്ന് താഴേക്ക് 1 ഇഞ്ച് എക്സ്ട്രാ മാർജിൻ ആയിട്ടുള്ള കൊടുക്കുക. ഇനി ഈ പറഞ്ഞ ലൈൻസ് എല്ലാം ഒന്ന് കണക്ട് ചെയ്ത് വരച്ചെടുക്കാം കേട്ടോ. ഇനി നമ്മൾ നെക്കിന്റെ വൈഡ് എത്രയാണോ അത് മാർക്ക് ചെയ്യുക. ഞാനിവിടെ 4 ഇഞ്ചാണ് വൈഡ് കൊടുത്തിരിക്കുന്നത്. 4 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തുനിന്ന് 1 ഇഞ്ച് എക്സ്ട്രാ സൈഡിലേക്ക് കൂടെ കൊടുക്കണം മാർജിനായിട്ട്. ഇനി നമ്മൾ ആ 4 ഇഞ്ച് വൈഡ് കൊടുത്തെടുത്തുനിന്ന് 7 ഇഞ്ച് ലെങ്ത് കൊടുത്തെടുത്തേക്ക് ചരിച്ചൊരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് ആ ലൈനിന്റെ സെന്റർ കണ്ടുപിടിച്ചിട്ട് അവിടെ നിന്ന് ഒരു 3/4 ഇഞ്ച് സൈഡിലേക്ക് മാറ്റി വരയ്ക്കാം. ഇനി നമ്മളൊരു ഫ്രഞ്ച് കർവ് സ്കെയിലോ ഷേപ്പ് സ്കെയിലോ എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ നന്നായിട്ട് ഷേപ്പ് ചെയ്ത് മാർക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ 1 ഇഞ്ച് എല്ലായിടത്തും കൂടെ ആ ഷേപ്പിനനുസരിച്ച് മാർക്ക് ചെയ്യുക. സെന്റർ ഭാഗത്ത് ഷാർപ്പായിട്ട് നിപ്പുണ്ടെങ്കിൽ അതൊന്ന് ലൈറ്റ് ആയിട്ട് കർവ് ചെയ്ത് കൊടുക്കണേ. ഇനി നമ്മൾ സൈഡിൽ കൂടെ കൊടുത്തിരിക്കുന്ന 1 ഇഞ്ചിന്റെ അവിടെ കൂടെ കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് നമ്മൾ ഉള്ളിൽ കൃത്യമായിട്ട് മാർക്ക് ചെയ്തെടുത്തോടെ തന്നെ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്യുമ്പോൾ മുകളിൽ കൊടുത്തിരിക്കുന്ന 1/2 ഇഞ്ച് കട്ടായി പോവാതെ ശ്രദ്ധിക്കുക. പകരം അതൊരു ബ്രിഡ്ജ് പോലെ നിർത്തിക്കൊണ്ട് ബാക്കി ഉള്ളിലെ ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കുക. ഇനി ക്യാൻവാസിന്റെ തിളങ്ങുന്ന വശം ഫാബ്രിക്കിന്റെ സൈഡിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ അയൺ ബോക്സ് വെച്ച് ഒട്ടിച്ചെടുക്കാം.